മുൻ MLA ആർ ലതാദേവി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷനിലാണ് ആർ ലതാദേവി മത്സരിക്കുക. നിലവിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ്. സലീം അലി കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങളുമായി ടെലിഫോണിൽ. സലീം, വിശദാംശങ്ങൾ. ഒരു മുൻ നിയമസഭാ സാമാജികൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ആർ ലതാദേവിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഒപ്പം തന്നെ ഈ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാന പോരാട്ടമായാണ് ഇത്തവണത്തെ ചടയമംഗലം ഡിവിഷൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ചടയമംഗലം ഡിവിഷനെ കാണുന്നത്. കാരണം വലിയ നിലയിൽ CPIയിൽ നിന്ന് CPMലേക്ക് പ്രവർത്തകർ പോവുകയും കടക്കൽ മേഖലയിൽ നിന്നും ചടയമംഗലം മേഖലയിൽ നിന്നും വലിയ ഒഴുക്ക് CPMലേക്ക് ഉണ്ടാവുകയും CPI CPM തമ്മിൽ തർക്കവും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന ഡിവിഷൻ ഇത്തവണ കൈവിടരുത് എന്നുള്ളതാണ്. അതൊരു ഈ ചടയമംഗലം ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഇടത് കോട്ടയാണ്. ഇടത് കോട്ടയിൽ ഏതെങ്കിലും നിലയിൽ തിരിച്ചടി നേരിടരുത് എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആർ ലതാദേവിയെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ തന്നെ ഗോപിക റാണി കൃഷ്ണയെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിന് മുൻപ്, അതായത് 2015 ഇതേ ഡിവിഷനിൽ UDFന് വേണ്ടി ഗോപിക റാണി കൃഷ്ണ മത്സരിക്കുകയും തുച്ഛമായ ഭൂരിപക്ഷത്തിന് മാത്രമായിരുന്നു അവർ പരാജയപ്പെട്ടത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയിലാണ് ചടയമംഗലം ഡിവിഷനെ കാണുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിലെ മന്ത്രി GR അനിലിന്റെ ഭാര്യ കൂടിയായ CPI സംസ്ഥാന കൗൺസിൽ അംഗം ലതാദേവിയെ തന്നെ കളത്തിലിറക്കുന്നത്. നേരത്തെ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെ വിജയിക്കുകയും പ്രയാർ ഗോപാലകൃഷ്ണനോട് ചടയമംഗലം മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്ത ചരിത്രവും ആർ ലതാദേവിക്കുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ആർ ലതാദേവി മുൻ നിയമസഭാ അംഗമാണ്. അവർ കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ചടയമംഗലം ഡിവിഷനിൽ നിന്നാണ് അവർ മത്സരിക്കുക. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.